മക്കൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ എസ് ബി. അപ്പോൾ മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് അധികം കണ്ട് പരിചയം ഉണ്ടാവില്ല മിസ്സിനെ. നിങ്ങൾ അടുത്ത വർഷം ഇതാ നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ശ്രീ ഭാമ എന്നാണ്, എസ് ബി എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇച്ചിരി മാറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. സോ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് തന്നെ എൻ്റെ മക്കൾ പഠിക്കണം. ഇപ്പോൾ എൻ്റെ മക്കൾ 4ാം ക്ലാസ്സിലായിരുന്നു അല്ലേ. അപ്പോൾ ഇനി 5ാം ക്ലാസ്സിലോട്ട് പോവാണ്. 5ാം ക്ലാസ് പറയുമ്പോൾ UP ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ പലരും പുതിയ സ്കൂളിലോട്ട് പോകുന്ന ഒരു സമയമാണ്. ചെറിയ കുട്ടികളല്ല ഇനി അങ്ങോട്ടേക്ക് അല്ലേ, ഇച്ചിരി കൂടെ വലിയ മക്കളായിട്ട് മാറാൻ പോവാണ്. അപ്പം നമ്മുടെ സിലബസിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. അപ്പം നിങ്ങൾക്ക് പുതിയ ഒരുപാട് സബ്ജക്റ്റുകൾ ആഡ് ആവുന്ന ഒരു വർഷമാണ് അടുത്ത വർഷം 5ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പറയുമ്പോൾ ബേസിക് സയൻസ്, അതുപോലെ സോഷ്യൽ സയൻസ്, ഹിന്ദി തുടങ്ങിയ പുതിയ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കാൻ പോവാണ്. അപ്പം ഞാൻ ബേസിക് സയൻസ് എടുക്കുന്ന മിസ്സാണ്. അടുത്ത വർഷം 5ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് മിസ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബേസിക് സയൻസ് എന്ന് വെച്ചാൽ ബേസിക് സയൻസ് എന്താണെന്ന് അറിയാത്ത മക്കൾക്ക് വേണ്ടി പറയാം. നിങ്ങൾ EVS ആണ് ഇതുവരെ പഠിച്ചത് അല്ലേ. ആ EVS എന്ന് പറയുന്ന പരിസര പഠനം എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് ഇനി ബേസിക് സയൻസ് ആയിട്ട് മാറാൻ പോവാണ്. അപ്പോൾ ബേസിക് സയൻസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിന് ഒരു ചെറിയ ഒരു ഐഡിയ മാത്രമേ മിസ് പറയുന്നുള്ളൂ. ഇതൊന്നും കേട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ട്രിക്കുകളും കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞുതരും. സോ എന്താണ് ഇതിന്റെ മാറ്റങ്ങളെന്ന് ആദ്യം മക്കളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ബേസിക് സയൻസിൽ ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ 2 പാർട്ടായിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിലെ ചാപ്റ്റേഴ്സ് ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് 4 ചാപ്റ്റേഴ്സ് ആണ് എൻ്റെ മക്കൾക്ക് അതിനകത്തുള്ളത്. ഒറ്റയല്ല ഒരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം നിത്യജീവിതത്തിൽ, ജീവനുള്ള വിത്തുകൾ തുടങ്ങിയ 4 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. അപ്പോൾ ഒറ്റയല്ല ഒരു ജീവി അല്ലെങ്കിൽ ചെയിൻ ഓഫ് ലൈഫ്, എവേ ഫ്രം ഡിസീസസ്, വാട്ടർ ആൻഡ് ലൈഫ്, സീഡ്സ് ഓഫ് ലൈഫ്. ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ചാപ്റ്ററാണ്, ഭയങ്കര രസമുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഈ പക്ഷികളെ പറ്റിയിട്ട്, അവർ ജീവിക്കുന്ന ചുറ്റുപാടിനെ പറ്റിയിട്ട്, അവർ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണല്ലേ. ഇപ്പം നമ്മളെ പറയുമ്പോൾ തന്നെ നമ്മൾ എന്തോരം സാധനങ്ങളെ ഭക്ഷിക്കുന്നുണ്ട്. നമ്മൾ സസ്യങ്ങൾ, വെജിറ്റബിൾസ് തിന്നുന്നുണ്ട്, ഫ്രൂട്ട്സ് തിന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വെജ്, നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ്, ഫിഷിനെ തിന്നുന്നുണ്ട്, ചിക്കനെ തിന്നുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണ്, നമ്മൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാല്ലേ. അപ്പോൾ ഓരോരുത്തരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ, ഇപ്പോൾ പശു പുല്ല് തിന്നുന്നു, അല്ലെങ്കിൽ ആട് പുല്ല് തിന്നുന്നു, ആൻഡ് മുയൽ പുല്ല് തിന്നുന്നു, ആ മുയലിനെ പലരും വേറെ തിന്നുന്നു അല്ലേ. അതൊക്കെ പരസ്പരം കണക്റ്റഡ് അല്ലേ. ഇപ്പൊ ഗ്രാസ് തിന്നുന്ന ഗ്രാസ് ഷോപ്പർ, അതിനെ തിന്നുന്ന ഫ്രോഗ്, അതിനെ തിന്നുന്ന സ്നേക്കിനെ തിന്നുന്ന കഴുകൻ. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ്. ഈ കണക്ഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സിനെ പറ്റിയിട്ട്, പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയാം. നിങ്ങൾ പറയണ്ട എന്താ സംബന്ധിച്ച് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റിലോട്ടാണ് ഈ ചാപ്റ്റർ എത്തുന്നത് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ എവേ ഫ്രം ഡിസീസസ് അല്ലെങ്കിൽ വ്യാധികൾ പടരാതിരിക്കാൻ. ഇത് മിസ് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു ചുമ, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് ഇല്ലാത്ത ആളുകൾ ഉണ്ടോ? ഇവൻ നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഇതന്നെ നമ്മുടെ പരിപാടിയില്ലേ. സ്കൂളിൽ ചെന്നാൽ പിന്നെ പ്രത്യേകിച്ചും പറയണ്ട. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അസുഖങ്ങൾ ദാ പറയുമ്പോഴേക്കാ വരാം. പനി, തുമ്മൽ, ജലദോഷം, പല അസുഖങ്ങൾ. ഇപ്പൊ നമ്മൾ കേൾക്കാത്ത അസുഖങ്ങൾ വരെയുണ്ട് അല്ലെ. ഇപ്പൊ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താന്ന് പോലും നമുക്കറിയില്ല. കോവിഡ് വന്നു. അപ്പൊ പല ഡിസീസസ് വരുമ്പോൾ അതിൽ ഏതൊക്കെയാണ് നമുക്ക് പകരുന്നത്, ഏതൊക്കെയാ പകരാത്തത്, എന്തൊക്കെ വഴി പകരും, എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്, ഇതെങ്ങനെ നമുക്ക് എന്താ പറയുക, ഇത് കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് ഇതിനെതിരെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും, ഇതൊക്കെ പഠിക്കുന്ന ചാപ്റ്ററാണ്. അപ്പൊ കൊതുകിനെ പറ്റിയിട്ടും ഈച്ചയെ പറ്റിയിട്ടും അങ്ങനെ അത് പരത്തുന്ന രോഗങ്ങളും അതെങ്ങനെയൊക്കെ വരുന്നു, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലെ, അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ചാപ്റ്റർ. ഡിസീസസിനെ പറ്റിയാണ് മോസ്റ്റ്ലി ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അടുത്തത് വാട്ടർ ആൻഡ് ലൈഫ്, ജലം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അടിപൊളി ചാപ്റ്ററാണ്. നമ്മൾ കുടിക്കുന്ന സാധനമല്ലേ വെള്ളം എന്ന് പറയുന്നത്. സോ വാട്ടറിന്റെ റിസോഴ്സസും കാര്യങ്ങളും എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെ വാട്ടർ ലഭിക്കുന്നുണ്ട്, ആൻഡ് എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തിനാണ് വാട്ടർ കൺസേർവ് ചെയ്യണമെന്ന് പറയാനുള്ള റീസൺ, എന്തൊക്കെയാണ് അതിന്റെ യൂസസ്, അങ്ങനെ ഒരുപാട് വാട്ടറിന്റെ സ്പെഷ്യാലിറ്റീസ് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുപോലെ എങ്ങനെ അത് കൺസേർവ് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയുന്ന കാര്യങ്ങളും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ വൈസ് നോക്കുകയാണെങ്കിൽ എക്സാമിന് വേണ്ടി പഠിക്കുന്നതാണല്ലോ നമ്മൾ എല്ലാവരും അല്ലേ. അപ്പൊ അതിന് പഠിക്കുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും അല്ല ഇതെന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് വാട്ടറിന്റെ ചാപ്റ്റർ. പിന്നെ ലാസ്റ്റ് 1, ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ.
അതിനകത്ത് മോസ്റ്റ്ലി നമുക്ക് പേര് തന്നെയുണ്ട്, സീഡുകളാണ് ലൈഫ് അല്ലേ. ഒരു ചെടി വളർന്ന് വലുതാകുക പറയുമ്പോൾ സീഡാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ സീഡ് എങ്ങനെയാണ് വളർന്ന ഒരു ചെടിയായിട്ട് മാറുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം. അതുപോലെ ഈ പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഇതങ്ങനെ പൂക്കളുടെ ചുറ്റുങ്ങൾ നടക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അവർ അതിലകത്ത് ഉള്ളത്, എന്തിനാണ് അവർ ഈ പറഞ്ഞ പോലെ ജന്തുക്കളും മറ്റ് അണ്ണാരക്കണ്ണനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ തേൻ നുകർന്നുകൊണ്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇതാണ് മൊത്തത്തിലുള്ളൊരു ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പാർട്ടിലെ ടെക്സ്റ്റ് ബുക്കിൽ ഏറെക്കുറെ വരുന്ന ചാപ്റ്റേഴ്സ് പറയുന്നത്. ഒരു ഐഡിയ, ബേസിക് ഐഡിയ മാത്രം മതി. ഇത് മിസ് ഫുള്ളായിട്ട് പറയുന്നതില്ല, ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ പഠിക്കുന്ന 4ാം ക്ലാസ് പോലെയാണോ 5ാം ക്ലാസ്? ഓഫ് കോഴ്സ് അല്ല, ഒരുപാട് വൈഡ് കാര്യങ്ങളും ഒരുപാട് പുതിയ സിലബസും പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു വർഷമാണ് 5ാം ക്ലാസ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സൈലം എന്ത് തരും? ഇതല്ലേ എൻ്റെ മക്കളുടെ കൺഫ്യൂഷൻ. ഡോണ്ട് വറി ഗൈസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ബാച്ചാണ് പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു വർഷത്തിന് എന്തൊക്കെയാണ് 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടത് അത് കംപ്ലീറ്റ് ഇവിടെ സെറ്റ് ആയിരിക്കും. ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ ഈ നാപ്പ് കമ്മ്യൂണിറ്റി ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്. അതുപോലെ തന്നെ പല മക്കൾക്കും പുതിയ ബാച്ചിലോട്ട്, അപ്പോൾ പുതിയ ഒരുപാട് ബാച്ചുകൾ വരും, ഇപ്പോൾ റിവിഷൻ ആയിട്ടുള്ള ബാച്ചുകൾ വരും. അങ്ങനെ പുതിയ അപ്കമിങ് ബാച്ചുകളിലേക്കുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസിൽ ഓപ്ഷനും ഇപ്രാവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ അല്ല, ഇപ്രാവശ്യം പല രീതിയിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്. ബേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലൈവ് ക്ലാസ്സുകളും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇന്നാപ്പ് കമ്മ്യൂണിറ്റിയും അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കുട്ടിക്ക് ജസ്റ്റ് അത് മതി, മിസ് ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മതി അങ്ങനെയൊക്കെ പറയുന്നൊരു കുട്ടിക്കാണെങ്കിൽ ബേസ് പ്ലാൻ ആണ് കുഴപ്പമില്ലാത്തത്. പക്ഷേ ഇൻഫിനിറ്റിയിലോട്ട് വരുന്ന സമയത്ത് പേൾ വീഡിയോൻ്റെ ആക്സസുകളും അപ്കമിങ് ബാച്ച്, ഇപ്പോൾ മിസ് പറഞ്ഞില്ലേ നിങ്ങൾ റിവിഷൻ ബാച്ച് ഉണ്ടായിരിക്കും, എൻഡ് ഗെയിം ബാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഫുൾ റിവിഷൻ ആയിരിക്കും, എക്സാം സമയമാകുമ്പോൾ ഫുൾ റിവിഷൻസ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ അപ്കമിങ് ബാച്ചിൻ്റെ ആക്സസ് ഒക്കെ ലഭിക്കണമെങ്കിൽ ഇൻഫിനിറ്റി ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോൾ പേൾ വീഡിയോ പറയുമ്പോൾ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ മക്കൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് പഠിച്ചിട്ട് ലൈവിലോട്ട് വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെല്ലാണ് ഒക്കെ പഠിച്ച് ഒരു ട്യൂഷൻ സെൻ്റർ അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ ട്യൂഷൻ തന്നെ ചേർന്നു എന്ന് വിചാരിച്ചോ. നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് ഇരുന്ന് പഠിച്ചു, കുറച്ച് ഇരുന്ന് പഠിച്ചിട്ട് ഫസ്റ്റ് 2-3 ചാപ്റ്റർ പഠിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിലോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്കൂളിലും കൂടെ ആണെന്ന് വിചാരിച്ചോ, ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മണിയായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അതല്ലേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. എല്ലാവരും പറയാത്ത ആൻസർ നിങ്ങളൊരാൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. സോ അതിനൊക്കെ നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പോൾ പൃഥ്വി ബാച്ചിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഇപ്പോൾ ഒരു ഓഫറും കൂടെ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്മാർട്ട് വാച്ചും കൂടെ തന്നാലും മിസ് 20ാം തീയതിക്ക് മുമ്പാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 മക്കൾക്ക് സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. സോ ഗീവ് അവേ ഉണ്ട്. അപ്പോൾ ചാൻസ് മിസ്സാക്കണ്ട. ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മിസ് നമ്പർ എഴുതുന്നുണ്ട് 9995400800. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അച്ഛനോടോ അമ്മേനോടോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് സംസാരിച്ച് നോക്കുക നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് നോക്കി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മിടുക്കരായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ പൃഥ്വി ബാച്ചിൽ ഉണ്ടാവണം. നിങ്ങളെല്ലാവരെയും നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മുത്തുമണികൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ 4ാം ക്ലാസ്സിൽ നമ്മൾ എന്താണ് അടിപൊളിയായിട്ട് പഠിച്ചതിനേക്കാൾ ഉഷാറായിട്ട് 5ാം ക്ലാസ്സിൽ നമുക്ക് സെറ്റ് ആക്കണം. സോ ബാച്ചിൽ കാണാം. ബൈ.